ഹലോ, വെൽക്കം ബാക്ക് ടു ആൻലിൻസ് ക്ലാസ്സസ്. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ഹിസ്റ്ററിയുടെ 5ാമത്തെ പാഠം പഠിക്കാൻ പോവാണേ. 5ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ അല്ലേ? എന്താണ് ആ പേരിൻ്റെ അർത്ഥം എന്നറിയോ? ഡെമോഗ്രാഫിക് എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? ജനസംഖ്യേനെ പറ്റിയിട്ടാണ്. നമ്മുടെ ഇന്ത്യയിലെ ജനസംഖ്യയുടെ നിരപ്പ്, അതുപോലെ അതിൻ്റെ ട്രെൻഡ്, കൂടുക കുറയുക, അതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയുടെ ജനസംഖ്യ കിടക്കുന്നത്, അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ ആണോ? റെഡി അല്ലേ? അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നല്ല സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പാർട്ടായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഒരു വീഡിയോ കണ്ടാലും മതി. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട്, സ്ഥിരം ഉണ്ടാവില്ല, അപ്പോൾ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കൂലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ 5th ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഈ വീഡിയോ വെറുതെ കണ്ടിരിക്കരുത്. ഞാൻ എല്ലാ വീഡിയോയിലും ഒരുവിധം പറയാറുണ്ട്, എന്താണ്, കൂടെ ഒരു റഫ് ഉണ്ടാവണം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കൂടെ ഉണ്ടാവണം, കൂടെ ഒരു റഫ് ഉണ്ടാവണം, ഞാൻ പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എഴുതിയെടുക്കണം, എന്നിട്ട് അത് അപ്പം തന്നെ പഠിച്ച് പോകണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ പിന്നെ പഠിക്കാം അങ്ങനെ വെക്കരുത്, സ്ഥിരം എൻ്റെ കൂടെ പഠിച്ച് പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്, നിങ്ങൾക്ക് കാണാമല്ലേ? ഫസ്റ്റ് പേജിൽ തന്നെ ഒരുപാട് ന്യൂസ് പേപ്പർ കട്ടിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ന്യൂസ് പേപ്പറിൽ വരുന്ന ഒരുപാട് ന്യൂസ് എല്ലാം കൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഈ പറഞ്ഞ ജനസംഖ്യയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ന്യൂസുകളെല്ലാം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ്. എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. ഓവർ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ അല്ലേ? ഇന്ത്യയിൽ ജനസംഖ്യ കൂടുന്നു. പോപ്പുലേഷൻ വേഴ്സസ് ഫുഡ് സെക്യൂരിറ്റി. ഈ പോപ്പുലേഷനും ഈ ഫുഡുമായി എന്താ ബന്ധം? പോപ്പുലേഷൻ കൂടുമ്പം ഫുഡ് എന്ത് വേണം? ഫുഡും അതിനനുസരിച്ച് കൂടണമല്ലേ? നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫുഡും അതിനനുസരിച്ച് ജനസംഖ്യയോടൊപ്പം എന്ത് ചെയ്യണം? കൂടണം. അപ്പോൾ അതൊരു പ്രശ്നമല്ലേ? യെസ്. ഇനി നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകത എന്താണ്? മോസ്റ്റ് പോപ്പുലസ് കൺട്രി ആണല്ലേ? ചൈന ആയിരുന്നു ഏറ്റവും പോപ്പുലേഷനുള്ള കൺട്രി. അതിനുശേഷം ഇപ്പോൾ ഏതാണ്? ചൈനേനൊക്കെ കടത്തി വെട്ടി നമ്മുടെ ഇന്ത്യ ഇപ്പോൾ ഫസ്റ്റ് ആയേക്കാണല്ലേ? അപ്പം എത്ര കോടി ജനങ്ങൾ ഉണ്ടാവും എന്നറിയോ നമ്മുടെ ഇന്ത്യയിൽ? എത്ര കോടി ജനങ്ങൾ അറിയാമോ? യെസ്, ഇപ്പോൾ 2024 അല്ലേ? ഒരു 145 കോടി ജനങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇപ്പം ഇന്ത്യയിൽ. അപ്പം അത്രയും ജനങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് എന്ത് വേണം അവർക്ക് കഴിക്കാനുള്ള ഫുഡ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാവണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ന്യൂസ് പേപ്പർ കട്ടിങ്സ് ആണ് നമുക്ക് വായിക്കാനായിട്ട് തന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ജസ്റ്റ് ചുമ്മാ വേഗം ഒന്ന് വായിച്ചാൽ മതി. ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, പഠിക്കണ്ട. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് പോവുക. ന്യൂസ് പേപ്പറിലെ ന്യൂസുകളൊക്കെയാണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇനി അടുത്ത പേജ് തൊട്ട് നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. യു ഹാവ് റീഡ് ദ ന്യൂസ് ഹെഡ്ലൈൻസ് അല്ലേ? നമ്മളെല്ലാവരും ആ ന്യൂസിൻ്റെ ഹെഡ്ലൈനുകളെല്ലാം വായിച്ചു നോക്കി. ദേ ഓൾ ഇൻഡിക്കേറ്റ് ദി പോപ്പുലേഷൻ ഗ്രോത്ത് ഓഫ് ഇന്ത്യ. അതിലെല്ലാം എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്? നമ്മുടെ ഇന്ത്യയിലെ ജനസംഖ്യ എന്ത് ചെയ്യാണ്? ഗ്രോ ചെയ്യാണല്ലേ? ഉയർന്നു വരികയാണ്. അതാണ് നമുക്ക് അതിലെല്ലാം കാണാനായിട്ട് സാധിക്കുന്നത്. വാട്ട് പ്രോബ്ലംസ് അറൈസ് വെൻ ദി പോപ്പുലേഷൻ ഇൻക്രീസസ്? അങ്ങനെയാണെങ്കിൽ പോപ്പുലേഷൻ, ജനസംഖ്യ കൂടുമ്പം എന്തെങ്കിലും പ്രോബ്ലംസ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? എന്തൊക്കെ പ്രശ്നങ്ങളാണ് എഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ പോവർട്ടി. എന്താണ് പോവർട്ടി? എന്താണ്? ദാരിദ്ര്യം വരും അല്ലേ? ഇനി അൺഎംപ്ലോയ്മെൻറ്റ്, ജോലിയില്ലാത്ത അവസ്ഥ. ഇത്രയും ജനങ്ങൾ ഉണ്ടാകുമ്പം ആ രാജ്യത്ത് ജോലി കൊടുക്കാനായിട്ട് ഉണ്ടാവില്ല. അങ്ങനെ ജോലി ഇല്ലാത്തൊരവസ്ഥ സംഭവിക്കാം. ഇനി സ്റ്റാർവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? പട്ടിണി. ജോലിയില്ല, കാശില്ല, അപ്പം എന്തുണ്ടാവും? പട്ടിണി ഉണ്ടാവും. ഇനി എന്തൊക്കെയാ? ഹെൽത്ത് സെക്ടേഴ്സ്, ആരോഗ്യപരമായി നോക്കുമ്പം ഹോസ്പിറ്റൽസിലായാലും ഈ അത്രയധികം പേഷ്യൻസ് വരുമ്പം അവർക്കൊന്നും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോപ്പുലേഷൻ കൂടുമ്പം സംഭവിക്കുന്ന പ്രോബ്ലംസ് ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് 4ാമത്തെ പോയിൻ്റായിട്ട് എഴുതാം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പം അടുത്ത പാരഗ്രാഫ് നമുക്ക് വായിക്കാം.
population is the total number of people residing in an area during a given period of time. ഓക്കെ, അപ്പോൾ എന്താണ് പോപ്പുലേഷൻ? അത് പറഞ്ഞിട്ട് നമുക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. എന്താണ് പോപ്പുലേഷൻ? നിങ്ങളൊന്ന് പറഞ്ഞേ. പോപ്പുലേഷൻ ജനസംഖ്യ, അല്ലെങ്കിൽ എന്താ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ, ആളുകളുടെ ആകെ എണ്ണം. എവിടുത്തെ ആളുകളുടെ എണ്ണം? റിസൈഡിങ് ഇൻ ആൻ ഏരിയ, ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ വസിക്കുന്ന ജനങ്ങളുടെ മുഴുവൻ എണ്ണം ഡ്യൂറിങ് എ ഗിവൻ പീരീഡ് ഓഫ് ടൈം, ഒരു കൃത്യ കാലയളവിൽ ആ ഒരു സ്ഥലത്ത്, ഒരു പ്രത്യേക സ്ഥലത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോപ്പുലേഷൻ. ക്ലിയർ ആണോ? പോപ്പുലേഷൻ എന്താണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഇപ്പം തന്നെ പഠിച്ചു പോണേ. എന്താണ് പോപ്പുലേഷൻ? പോപ്പുലേഷൻ ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിങ്. എന്താ റിസൈഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താമസിക്കുക. ഇൻ ആൻ ഏരിയ, ഒരു സ്ഥലത്ത്. ഡ്യൂറിങ് എ ഗിവൻ പീരീഡ് ഓഫ് ടൈം. പോപ്പുലേഷൻ ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിങ് ഇൻ ആൻ ഏരിയ ഡ്യൂറിങ് എ ഗിവൻ പീരീഡ് ഓഫ് ടൈം. പഠിച്ചില്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, പോപ്പുലേഷൻ പഠിച്ചു. ദി ന്യൂസ് ഹെഡ്ലൈൻസ് ഇൻഡിക്കേറ്റ് how the country's socio-economic progress is affected when the population increases. ഓക്കെ, നമ്മൾ നേരത്തെ തുടക്കത്തിൽ കണ്ടിട്ടുള്ള എല്ലാ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസിലും എന്തൊക്കെയാണ് പറയുന്നത്? നമ്മുടെ രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് എങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹത്തിലും അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടും എങ്ങനെയാണ് ഈ പോപ്പുലേഷൻ കൂടുന്നത് എഫക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ആ ന്യൂസ് പേപ്പേഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ? യെസ്. ഇഫ് ദിസ് ഈസ് ദ കേസ്, വിൽ അവർ കൺട്രി ബി ഏബിൾ ടു അച്ചീവ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? അപ്പം ഇങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയാൽ എങ്ങനെയാണ് നമ്മുടെ രാജ്യം സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആയിട്ട് മാറുന്നത്? എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? കേട്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന്? എന്താണെന്നറിയോ അത്? യെസ്, നിങ്ങൾ ആര് ചോദിച്ചാലും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണ് എന്ന് അറിയാതിരിക്കരുത്. ഓക്കെ, അതെന്താന്ന് വെച്ചാൽ അത് വേർഡിൽ തന്നെ ഉണ്ട്. എന്തോ ഒരു ഡെവലപ്മെൻ്റ് ആണല്ലേ. നമ്മുടെ രാജ്യം എന്തിനാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഡെവലപ്പ് ആവാൻ അല്ലേ. നമ്മുടെ ഒരു ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ് അല്ലേ. ഡെവലപ്പ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഡെവലപ്മെൻറ്റ് ആവശ്യമാണ്. എങ്ങനെ ആവശ്യമാണ്? നമ്മുടെ ഭാവി തലമുറയിൽ ഉണ്ടാവുന്ന ഫ്യൂച്ചർ ജനറേഷൻസിന് അവരുടെ ആവശ്യങ്ങൾക്ക് ഒരു കോംപ്രമൈസും പാടില്ല. ഓക്കെ, അങ്ങനെ ഇല്ലാതെ നമുക്ക് ഡെവലപ്മെൻറ്റ് ആവശ്യമാണ്. അതിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പം നമുക്ക് സമൂഹത്തിലായാലും സാമ്പത്തികപരമായിട്ടും അതേപോലെ നമ്മുടെ പരിസ്ഥിതിയെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഡെവലപ്മെൻറ്റ് നടത്തുവാൻ. അതിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പം എങ്ങനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യുക എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. Shouldn't the population be controlled in proportion to available resources on earth? അല്ലേ, നമ്മുടെ ഭൂമിയിൽ നമുക്ക് എന്തോരം സാധനങ്ങൾ ലഭ്യമാണ്. സാധനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? നമുക്ക് ഫുഡ് വേണം അല്ലേ. ഫുഡ് വേണം, വാട്ടർ വേണം, ഷെൽട്ടർ വേണം, എയർ വേണം. അപ്പോൾ ഇതെല്ലാം ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ജനസംഖ്യ വളരെ കൂടുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ലിമിറ്റിനനുസരിച്ച് നമ്മുടെ ജനസംഖ്യാ നിരക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇന്ന് ഫസ്റ്റ് ദിവസമല്ലേ ഈ ചാപ്റ്റർ തുടങ്ങുന്നുള്ളൂ. ജസ്റ്റ് ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ എന്ത് ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ഒരു കണക്കാണ്. അക്കോർഡിംഗ് ടു ദി യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് ഓഫ്, ഒരു യുണൈറ്റഡ് നേഷൻ പോപ്പുലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഒരു സംഘടനയുണ്ട് കേട്ടോ. അവർ റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ട്. എന്താണ് 2023 ഒരു റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ട്. അതിൽ പറയാണ് വേൾഡ് പോപ്പുലേഷൻ എന്താണ്, ലോകത്തിലെ മൊത്തത്തിലുള്ള ജനസംഖ്യ എന്ന് പറയുന്നത് 804.5 crore ആണ്.
804.5 കോടി ജനങ്ങളാണ് ലോകത്തിലുള്ളത് എന്ന് അവർ കഴിഞ്ഞ കൊല്ലം ഇറക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടിൽ പറയുന്നതാണ്. അതേപോലെ തന്നെ അതിൽ ഇന്ത്യയുടെ പോപ്പുലേഷനും എടുത്ത് പറയുന്നുണ്ട്. ഇന്ത്യയുടെ പോപ്പുലേഷൻ എത്രയാണ്? 142.86, 142 കോടിയുടെ അധികമാണ് നമ്മുടെ ഇന്ത്യയിലെ പോപ്പുലേഷനായിട്ട് അന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇന്നിപ്പോൾ 2024 കഴിയാനായി. അതുകൊണ്ടാണ് നമ്മൾ ചാപ്റ്റർ തുടങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞത് 145 കോടി അടുത്തിട്ടുണ്ടായിരിക്കും നമ്മുടെ ഇന്ത്യയിലത്തെ ജനസംഖ്യ കേട്ടോ. അപ്പം അത്രയ്ക്കും ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് എന്താ പറയുന്നത്? The social development index of a country or region is determined by its population data. അപ്പം നിങ്ങൾ എങ്ങനെ വിചാരിക്കും, എങ്ങനെയാണ് ഇപ്പോൾ ഒരു രാജ്യം, നമ്മുടെ കേരളം ഫോർ എക്സാമ്പിൾ എടുക്കുക. കേരളത്തിൽ സാമൂഹികപരമായി ഡെവലപ്മെൻറ്റായി, അവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ട് ആ സമൂഹത്തിൽ. എങ്ങനെയാണ് നമ്മളത് പറയാമെന്നറിയോ? അതിന് കുറേ മാനദണ്ഡങ്ങളുണ്ട്. എന്തൊക്കെയാണ്? അവിടെ നമ്മൾ ആദ്യം നോക്കുന്ന കാര്യം അവിടുത്തെ പോപ്പുലേഷൻ ഡാറ്റയാണ്. എന്താണ് പോപ്പുലേഷൻ ഡാറ്റ എന്ന് ചോദിച്ചാൽ, അതിൽ ആ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് എത്ര പേര് ജനിക്കുന്നുണ്ട്, ബർത്ത് റേറ്റ്. ഇനി എത്ര പേര് അവിടെ മരിക്കുന്നുണ്ട്, ഡെത്ത് റേറ്റ്. ഇനി പ്രസവ സമയത്ത് എത്ര കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട്, അതാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ. ഇൻഫൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ പറയുന്നതാണേ. അപ്പോൾ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എത്രയാണെന്ന് നോക്കും. അതേപോലെ ഏജ് സ്ട്രക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ഇപ്പോൾ 10 വയസ്സ് വരെയുള്ള കുട്ടികൾ എത്രയുണ്ട്, വയസ്സായവർ എത്രയുണ്ട്, അങ്ങനെ നമ്മൾ മിഡിൽ ഏജ്ഡ് എത്രയുണ്ട്, അങ്ങനെ എണ്ണം നോക്കും. അതിലേതാണ് ഏറ്റവും കൂടുതൽ, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഒരു സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ എന്ത് നോക്കുന്നത് നമ്മൾ? സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ആ സമൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റ് അവിടെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുമ്പോൾ ആദ്യം എന്താ നോക്കുക? അവിടുത്തെ പോപ്പുലേഷൻ ഡാറ്റയാണ് എന്ന് മനസ്സിലാകും. ഓക്കെ, ഫോർ ദാറ്റ് we need to understand the different population trends and population structure. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ അറിയണം? ഇപ്പം നിലവിലുള്ള പോപ്പുലേഷൻ്റെ ട്രെൻഡുകളും അതുപോലെ തന്നെ എങ്ങനെയാണ് ആ പോപ്പുലേഷൻ നമ്മൾ കണ്ടുപിടിക്കുക, അതിൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് വായിച്ചില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ഡെമോഗ്രാഫി എന്നല്ലേ. ഇനി ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് അവർ ഒന്നുകൂടെ പറയുന്നുണ്ട് എന്താണ് ഡെമോഗ്രാഫി. എന്താണ് ഡെമോഗ്രാഫി എന്നറിയോ? നമ്മുടെ സയൻസിൻ്റെ ഒരു ബ്രാഞ്ച് തന്നെയാണ്, ഒരു ശാഖ എന്നൊക്കെ പറയില്ലേ നമ്മൾ. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഇതെല്ലാം സയൻസിൻ്റെ ബ്രാഞ്ചുകളാണ് അല്ലേ. അതേപോലെ ഡെമോഗ്രഫിയും സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ്. അതിലെന്താണ് നമ്മൾ ഡീല് ചെയ്യുന്നത്, അതിലെന്തൊക്കെയാണ് നമ്മൾ പഠിക്കുക, എന്തൊക്കെയാണെന്നറിയാമോ? ഈ പോപ്പുലേഷനെ പറ്റിയിട്ടാണ് നമ്മൾ അതിൽ പഠിക്കുന്നത്. പോപ്പുലേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? ഇപ്പം നമ്മൾ പറഞ്ഞെല്ലാതും. ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, മൈഗ്രേഷൻ. എന്താണ് മൈഗ്രേഷൻ? ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് പോയി, അപ്പം നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്തു എന്ന് പറയും. ഓക്കെ, അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ഇന്ത്യയിലോട്ട് വന്നാലും നമ്മൾ ആ കണക്കും ഇവിടെ കൺസിഡർ ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുമ്പോഴേ ഇപ്പം ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്റ്റേറ്റുകളുണ്ട് അല്ലേ. ഇപ്പം കേരളത്തിൽ ഇത്ര ജനങ്ങൾ, അത്രയും ജനങ്ങളാണോ തമിഴ്നാട്ടിൽ? അല്ല. അപ്പോൾ ഓരോ സ്ഥലത്തും സാന്ദ്രത കൂടുതലാണ്, ഡെൻസിറ്റി കൂടുതലാവാം, കുറവാവാം. അപ്പം അതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ കുറേ സംഭവങ്ങളെ പറ്റി പഠിക്കുന്ന, പോപ്പുലേഷനെ പറ്റി കൂടുതൽ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് നമ്മുടെ ഡെമോഗ്രാഫി. മനസ്സിലായില്ലേ? ഓക്കെ, ഇപ്പോൾ ഡെമോഗ്രഫി എന്താണ് ഒരു കുഞ്ഞ് ഐഡിയ എല്ലാവർക്കും കിട്ടിയില്ലേ? ഇനി കഴിഞ്ഞിട്ടില്ല, ഡെമോഗ്രഫീനെ പറ്റി തന്നെയാണ് നമ്മൾ വീണ്ടും പഠിക്കുന്നത്. ഡെമോഗ്രഫി അനലൈസസ് ദ ഡൈവേഴ്സ് ഹ്യൂമൻ റിസോഴ്സസ് ഓഫ് ആൻ ഏരിയ. ഡെമോഗ്രഫി പോപ്പുലേഷനെ പറ്റി പഠിക്കാൻ മാത്രം നീക്കി വെച്ചിരിക്കുന്ന ഒരു ബ്രാഞ്ചാണ്. അപ്പോൾ അതിൽ എന്തുകൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്? ആ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ എന്താണ്, അവിടെ എന്തൊക്കെ ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്. ഡൈവേഴ്സ് എന്ന് വെച്ചാൽ വൈവിധ്യം മാറുന്ന ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ എന്താണ്? എയർ, വാട്ടർ, നമുക്ക്
സർവൈവ് ചെയ്യാൻ, നമുക്ക് ജീവിക്കാൻ സഹായിക്കുന്ന നമ്മുടെ ചുറ്റുപാടുള്ള സംഭവങ്ങളെല്ലാം ഈ റിസോഴ്സസിൽ പെടും. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയൊക്കെ നമ്മൾ ഡെമോഗ്രാഫിയിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ അതിൽ വരുന്ന മാറ്റങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വെള്ളം ആവശ്യമാണല്ലേ, അപ്പോൾ ഒരു സ്ഥലത്ത് വെള്ളത്തിന് വരുന്ന മാറ്റങ്ങൾ, അപ്പോൾ അതെല്ലാം നമ്മൾ ഡെമോഗ്രാഫിയിൽ പഠിക്കും. ഇനി ഡെമോഗ്രഫി ഈസ് എ ഡീറ്റെയിൽഡ് മെത്തേഡ് ഓഫ് സ്റ്റഡിങ് ഹൗ ദീസ് ഹ്യൂമൻ റിസോഴ്സസ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സസ്, അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതായാലും കേട്ടോ. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സസ് എങ്ങനെ ഒരു സമൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും, അതിനെ പറ്റിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഡെമോഗ്രഫി. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ, ചുരുക്കി പറയുകയാണെങ്കിൽ, ഡീറ്റെയിൽ ആയിട്ടല്ല ചുരുക്കി പറയാൻ എന്ത് പറയാം, പോപ്പുലേഷനെ പറ്റി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് എന്ത്, ഡെമോഗ്രഫി. അപ്പോൾ ഡെമോഗ്രഫി ഈസ് ദി സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ആ വേർഡിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ഡെമോഗ്രഫി എന്ന് പറയുന്ന ആ വാക്കിനെ പറ്റി പറയാണ്, 2 ഗ്രീക്ക് വാക്കുകൾ കൂടി ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഡെമോഗ്രഫി എന്ന് പറയുന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഡെമോസ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, പീപ്പിൾ എന്നാണ് അർത്ഥം. ഓക്കെ, ഗ്രാഫി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫൈൻ. ഓക്കെ, എന്താണ് ഇപ്പം ഡെമോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീപ്പിൾ, ഗ്രഫൈൻ എന്ന് വെച്ചാൽ ഡിഫൈൻ. ഇറ്റ് റെഫേഴ്സ് ടു ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പീപ്പിൾ, ആളുകളെ പറ്റി കൂടുതൽ പഠിക്കുക, അത്രയേ ഉള്ളൂ. ഇറ്റ് സ്റ്റഡീസ് ട്രെൻഡ്സ് ആൻഡ് പ്രോസസ്സസ് റിലേറ്റഡ് ടു പോപ്പുലേഷൻ. ഈ ജനസംഖ്യ, പോപ്പുലേഷനെ പറ്റിയിട്ടാണ് നമ്മളിതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് പറയുന്നത്, ഈ പോപ്പുലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതൊക്കെ തന്നെ. ഇതാണ് ബർത്ത്, അല്ലെ ഒരു കുട്ടി ജനിക്കുമ്പം അവിടെ പോപ്പുലേഷൻ കൂടി, ഒരാൾ അവിടെ മരിക്കുമ്പം അവിടുത്തെ പോപ്പുലേഷൻ കുറഞ്ഞു. ഇനി മൈഗ്രേറ്റ് ചെയ്യുമ്പോഴോ, ഇവിടുന്ന് വേറെ രാജ്യത്തേക്ക് പോകുമ്പോഴോ അവിടെ പോപ്പുലേഷനിൽ മാറ്റം വന്നില്ലേ. അപ്പോൾ പോപ്പുലേഷൻ്റെ സൈസ് അല്ലേ, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ബർത്ത്, ഡെത്ത്, മൈഗ്രേഷൻ. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ പറയാം. ഓക്കെ, ദ സൈസ് ഓഫ് പോപ്പുലേഷൻ ഓഫ് ആൻ ഏരിയ ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ മെഷർ ഓഫ് ദി എബവ് ആസ്പെക്ട്സ്. നമ്മൾ മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു സംഭവത്തിൽ മാറ്റങ്ങൾ വരുവാണെങ്കിൽ എന്തും മാറും, നമ്മുടെ പോപ്പുലേഷൻ്റെ സൈസ് മാറും. നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട്. ദി സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻ ഓഫ് ദി പോപ്പുലേഷൻ ഓഫ് ആൻ ഏരിയ is taken into consideration on account of age structure, male-female ratio, dependent ratio, etc. ആ വലിയ പേരൊന്നും കേട്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. ഇത്ര നേരം പറഞ്ഞിരുന്ന സംഭവം തന്നെ ഒന്നുകൂടെ അവരൊന്ന് മോഡിഫൈ ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. എന്താ അവിടെ പറയുന്നത്, നമ്മളൊരു സ്ഥലത്തെ ഒരു പോപ്പുലേഷൻ എന്താണ്, അവിടുത്തെ ആ ഘടനയും പോപ്പുലേഷൻ്റെ ഘടനയും അതുപോലെ തന്നെ അവിടുത്തെ കോമ്പോസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആ പോപ്പുലേഷൻ്റെ രൂപീകരണം എല്ലാം നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്, അവിടുത്തെ ഏജ് സ്ട്രക്ചർ എത്ര. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 10 വയസ്സുള്ള പിള്ളേർ എത്ര ഉണ്ട്, അല്ലെങ്കിൽ 15 വയസ്സ് വരെയുള്ള പിള്ളേർ എന്തോരുണ്ട്, അങ്ങനെ നോക്കും. വയസ്സായ ആളുകൾ എന്തോരുണ്ട്, മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ എന്തോരുണ്ട്, അങ്ങനെ നമ്മൾ ഏജ് സ്ട്രക്ചർ നോക്കും. അതുപോലെ തന്നെ എത്ര മെയിൽസ് ഉണ്ട്, എത്ര ആണുങ്ങളുണ്ട്, എത്ര സ്ത്രീകളുണ്ട്, അത് നോക്കും. അതേപോലെ ഡിപ്പെൻഡൻറ്റ് റേഷ്യോ, ഇപ്പം നമ്മളൊക്കെ എന്ത് ചെയ്യാണ്, നമ്മൾ പാരൻസിന് ഡിപ്പെൻഡ് ചെയ്യാണ് അല്ലേ. അപ്പോൾ പിള്ളേരും അതുപോലെ കുട്ടികളും വയസ്സായവരും ഒക്കെ കൂടുകയാണെങ്കിൽ നമ്മൾ ഡിപ്പെൻഡൻറ്റ് റേഷ്യോ എന്ത് ചെയ്യും, അതും കൂടിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഒരു സ്ഥലത്ത് വയസ്സായ ആളുകൾ കൂടുകയാണെങ്കിൽ അവിടുത്തെ ഡിപ്പെൻഡൻറ്റ് റേഷ്യോ നല്ലോണം കൂടുകയാണ് എന്നാണ് അർത്ഥം. അപ്പം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് ഓരോ സ്ഥലത്തിൻ്റെയും പോപ്പുലേഷൻ ഡാറ്റ അല്ലെങ്കിൽ പോപ്പുലേഷൻ സൈസ് എല്ലാം നമ്മൾ തീരുമാനിക്കുന്നത്. അത്രേ ഇവിടെ പറയുന്നുള്ളൂ. All population studies are carried out on the basis of systematic data collection of people living in an area through survey, census, etc. നമ്മൾ ഓരോ റിപ്പോർട്ട്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് ഒരു റിപ്പോർട്ട് ഇറക്കി. എങ്ങനെയാണ് ഓടിച്ചെന്ന റിപ്പോർട്ട് ഇറക്കുകയാണോ? അല്ല, അവിടെ നമ്മൾ ആളുകളുടെ അടുത്ത് പോയി സർവേ ഒക്കെ നടത്തി സെൻസസ് ഒക്കെ ചെയ്ത് നല്ലോണം പഠിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ
പോപ്പുലേഷനെ പറ്റിയിട്ടുള്ള ഡാറ്റകളും പുറത്തു വരുന്നത്. Most of the concepts of demography are expressed in terms of proportions and rates. For example, birth rate, death rate, female-male ratio, dependency ratio and so on. ഇപ്പം നമ്മളിവിടെ പറഞ്ഞതെല്ലാതും അല്ലേ, നമ്മൾ ബർത്ത് റേറ്റ് എന്നാണ് പറഞ്ഞത്, ഡെത്ത് റേറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഇവിടെ പഠിക്കുന്നതിൽ നമ്മൾ റേറ്റ്, റേഷ്യോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുക. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ഇന്ത്യയെ കൺസിഡർ ചെയ്യാം കേട്ടോ. ഇന്ത്യയിൽ ഓരോ ജനങ്ങളെയും പോയി എണ്ണീറ്റല്ല ഈ കണക്കെടുക്കുന്നത്. ഇത്രയും കൃത്യമായിട്ടുള്ള കണക്ക് പറയുന്നുണ്ടോ? ഇല്ല. അപ്പം ഒരു സ്ഥലത്ത് കുറച്ച് ആളുകളെ കൺസിഡർ ചെയ്യുകയും ഫോർ എക്സാമ്പിൾ 1000 പേരെ കൺസിഡർ ചെയ്യും. ആ 1000 പേരിൽ എത്ര ജനനമുണ്ടായി, എത്ര മരണമുണ്ടായി, അതിൽ എത്ര ഫീമെയിൽ ഉണ്ട്, എത്ര മെയിൽ ഉണ്ട്, അങ്ങനെയാണ് സർവേ നടത്തുക. അല്ലാതെ എല്ലാ ജനങ്ങളെയും വിളിച്ചു കൂട്ടി എത്ര ഫീമെയിൽ ഉണ്ട്, എത്ര മെയിൽ ഉണ്ട് അങ്ങനെ നോക്കാൻ എളുപ്പമാണോ? അല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെയാണ് സെൻസസ് എടുക്കുക, സർവേ നടത്തുക എന്നൊക്കെ പറയുക. എല്ലാവരുടെ അടുത്തൊന്നും പോവില്ല, കുറച്ച് ആളുകളെ കൺസിഡർ ചെയ്യും. നമ്മൾ റേഷ്യോ നോക്കും. ഓക്കെ, 1000 പേരെ കൺസിഡർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബാക്കി 1,00,000 പേർക്കും ഏറെക്കുറെ സിമിലർ ആയിട്ടായിരിക്കും. അപ്പോൾ ഏകദേശം കണക്കൊക്കെയാണ് നമ്മൾ ഇതിൽ പറയുന്നത്. കൃത്യമായിട്ടുള്ള എണ്ണ അല്ല കേട്ടോ ഇവിടെ പറയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റേറ്റ്, ബർത്ത് റേറ്റ്, അതേപോലെ റേഷ്യോ ഒക്കെ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ ആണോ? ഇനി നമുക്ക് 2 ടൈപ്പ് ഡെമോഗ്രഫി ഉണ്ട്. സോഷ്യൽ ഡെമോഗ്രഫി ഉണ്ട്, ഫോർമൽ ഡെമോഗ്രഫി ഉണ്ട്. അപ്പോൾ അതെന്താണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ എത്ര ഡെമോഗ്രഫി ഉണ്ട്? ഡെമോഗ്രഫിക്ക് 2 ബ്രാഞ്ച് ഉണ്ടെന്ന് മനസ്സിലാക്കുക. സോഷ്യൽ ഡെമോഗ്രഫി ഉണ്ട്, ഫോർമൽ ഡെമോഗ്രഫി ഉണ്ട്. ഓക്കെ, അതെന്താണെന്ന് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരും. ഇതുവരെ എല്ലാവരും സെറ്റായി പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാനായിട്ട്. ഓക്കെ, ചിലപ്പം നാളെ അല്ല 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കട്ടെ ഞാൻ വീഡിയോ ഇടുക. ഓക്കെ, അപ്പോൾ അതുവരെ ഇതെല്ലാം പഠിച്ച് സെറ്റായിട്ട് വരണം. ചാനൽ ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്യും? സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.